ഹലോ ഗൈസ്, അപ്പോൾ പെണ്ണ് കേസിൻ്റെ പ്രസ് മീറ്റിന് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് എനിക്ക് പോകേണ്ടത്. അന്ന് രാവിലെ ഓഫീസിലെത്തിയതിന് ശേഷമാണ് അറിയുന്നത് പ്രസ് മീറ്റിന് പോകണം എന്നുള്ളത്. അങ്ങനെ പ്രസ് മീറ്റിന് പോയി നിഖില വിമലായിട്ടൊരു ബൈറ്റൊക്കെ എടുത്തു. ഗൈസ്, നിഖില വിമൽ എൻ്റെ കൂടെ ഇരിക്കുന്നു. സന്തോഷം. ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ കിളി മൊത്തം അടിച്ചു പോയിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് മൊത്തം വണ്ടർ അടിച്ചൊരു ഫീലിംഗ് ആയിരുന്നു. ഈവനിങ് എന്തായാലും മൂവിക്ക് പോകണമെന്ന് എനിക്കറിയായിരുന്നു, കാരണം നമുക്ക് ഫ്രീ ടിക്കറ്റാണ്. സോ നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ വേണ്ടി ഈവനിങ് പോകാൻ വേണ്ടി ഞാൻ ഓൾറെഡി രാവിലെ മൂവിക്ക് പോകാൻ പറ്റിയൊരു കോസ്റ്റ്യൂം സെറ്റപ്പിലാണ് വന്നത്. പക്ഷേ പ്രസ് മീറ്റിന് പോയി എൻ്റെ കംപ്ലീറ്റ് റിലേ അടിച്ച് പോയി. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ മൂവീനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇമോഷണൽ, നമ്മൾ ഭയങ്കര കോമഡി കൈൻഡ് ഓഫ് സാധനമൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ടായിരിക്കും പോണത്. പക്ഷേ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, മനുഷ്യൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു ക്ലൈമാക്സ് ആണ് അയാൾക്ക് പറയുന്നത്. എൻ്റെ മോനെ, അതൊരു സീൻ സംഭവമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്നതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ എന്തായാലും പോയി കാണുക, നിങ്ങളുടെ റിവ്യൂസ് അറിയിക്കുക. അടിപൊളി പടമാണ്. നിഖില വിമലിൻ്റെ ഒരു വൺ മാൻ ഷോ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം ഗൈസ്. അതിനുശേഷം തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ഫുൾ മീഡിയാസിൻ്റെ ഒരു മേളമായിരുന്നു, ബഹളമായിരുന്നു. പിന്നെ അവിടെ നിൽക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ അനുമോളുടെ PR-നൊക്കെ കണ്ടു കിട്ടും. ഒരു നിക്കറൊക്കെ ഇട്ട് സെറ്റായിട്ട് അവിടെ നിൽപ്പുണ്ടായിരുന്നു പുള്ളിക്കാരൻ. പിന്നെ ഞങ്ങൾ തിരിച്ച് പോകണമല്ലോ. അപ്പോൾ ഞാനും റുബയും വണ്ടിയിലാണ് വന്നത്. അമലിൻ്റെ ബസ് സ്റ്റോപ്പിലേക്ക് ഇറക്കണം എന്നുള്ളത് കൊണ്ടിട്ടും നമുക്ക് അമലിന് ഫുഡ് കഴിക്കണം എന്നുള്ളത് കൊണ്ടിട്ടും ഞങ്ങളായിരുന്നു വണ്ടിക്ക് പകുതി വഴി പോയി. അപ്പം അത്രയുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക്, ഷെയർ,